പ്രൈസലോ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ന് അറിയിക്കുന്നു. റാഹേൽ കരഞ്ഞായിരുന്നു. റാഹേൽ എപ്പോഴാണ് കരഞ്ഞത്? എവിടെ വെച്ചാണ് റാഹേൽ കരഞ്ഞത്? ശരിക്കും റാഹേൽ കരഞ്ഞോ? പ്രവചനം പറയുന്നു റാഹേൽ കരഞ്ഞെന്ന്. മക്കളെ ചൊല്ലി കരഞ്ഞു എന്ന വെറും കരച്ചിലല്ല, ഉറച്ച നിലവിളി, വിലാപം, കഠിനമായ നിലവിളി ആയിരുന്നുവെന്ന പ്രവചന പുസ്തകം പറയുന്നു. നമുക്ക് വായിക്കാം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 15 വാക്യം ഇങ്ങനെ പറയുന്നു: റാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, ദുഃഖവും വലിയ കരച്ചിലും. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. അവർ ഇല്ലാകിയാൽ ആശ്വാസം സ്വീകരിക്കുവാൻ വിസമ്മതിക്കുന്നു. പറഞ്ഞാൽ അവർക്ക് മക്കളില്ല, പക്ഷെ എന്നിട്ട് പോലും എന്ത് ചെയ്യാ, അവര് കരയുകയാണ്. ഈ റാമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉയരമെന്നാണ്. പുരാതനമായ ഇസ്രായേലിന്റെ നഗരമാണോ ഈ രാമ എന്ന് പറയുന്നത്? എന്താണ് ഈ രാമയിൽ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ബാബിലോണിലേക്ക് യെരൂശലേം നശിച്ചപ്പോൾ തടവുകാരായി കൊണ്ടുപോയവരെ ബാബിലോണിലേക്ക് മാറ്റേണ്ടതിന് രാമയിൽ ഒന്നിച്ചുകൂടി. ഇവിടെ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയും രാമയിൽ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം എന്ന് പറഞ്ഞാൽ സന്തോഷമൊന്നുമല്ല, പകരം ദുഃഖവും വളരെ കരച്ചിലും. അപ്പോ എന്നിട്ട് പറയുകയാണ് മക്കളെ ചൊല്ലി കരയുന്നു എന്ന്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, റാഹേൽ കരയുകയാണ്, മക്കളെ ചൊല്ലി കരയുകയാണ്. പക്ഷേ അവർക്ക് ആശ്വാസം കൊള്ളുവാൻ മനസ്സില്ല. എഫ്രയീം, മനസ്സ്, ബെന്യാമീൻ എന്നീ 3 ഗോത്രങ്ങൾ റാഹേലിന്റെ കുട്ടികളെ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അവർ ഇല്ലാതെ താൻ മരിച്ചുപോയി എന്നവൾ കരുതി. ഉൽപ്പത്തി പുസ്തകം 30:1 കൊല്ലപ്പെട്ടതോ തടവിലാക്കിയ ആളുകളുടെ നഷ്ടം നിമിത്തം രാമയിൽ എന്തിയ കരച്ചിൽ ഉണ്ടാവുകയാണ്. സ്തോത്രം. അവൾ ബെന്യാമിന്റെ അമ്മയായതിനാൽ, രാമയിലുള്ളവർ ബെന്യാമിനായതിനാൽ ആയിരിക്കാം എന്തിന് കരയുന്നത്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ രാമയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഹെരോദ രാജാവ് ആൺകുട്ടികളെ കൊന്നൊടുക്കിയതിലൂടെ റാഹേൽ പുസ്തകത്തിലെ പ്രവചനമാണ് നിവർത്തീകരിക്കപ്പെട്ടത്. ഇരമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ച നിവർത്തിയായി. റാമേൽ ഒരു വലിയ കരച്ചിൽ കേൾക്കുന്നു, കരച്ചിലും വലിയ വിലാപവും. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. നോക്കുക, റാഹേലിന്റെ മക്കളല്ല, റാഹേലിനും യാക്കോബിനും ജനിച്ച തലമുറ അല്ല അവിടെ. എന്നാൽ യാക്കോബിന്റെ സന്തതികൾ അവിടെ നാശം സംഭവിച്ചപ്പോൾ, അവർക്ക് വേദന വന്നപ്പോൾ, അല്ല സ്വന്തം മക്കളെ പോലെ റാഹേൽ എന്തിയാ ആ മക്കളെ കുറിച്ച് ഓർത്ത് കരയുന്നു കാണുവാൻ കഴിയും. നോക്കുക, റാഹേലിനെ നമുക്കറിയാം, യാക്കോബ് വിവാഹം കഴിച്ച് റാഹേലിന് തലമുറയില്ലാതെ കരഞ്ഞപ്പോൾ ദാസിയൊക്കെ റാഹേല് തന്റെ ഭർത്താവിന് കുഞ്ഞുങ്ങളെ ലഭിക്കുവാൻ വേണ്ടി നൽകിയപ്പോൾ അപ്പോഴൊന്നും അവരുടെ കണ്ണുനീരിന് ശമനമുണ്ടായില്ല. എന്നാൽ റാഹേൽ ദൈവത്തിന്റെ സന്നിധി നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ നിലവിളിയുടെ നടുവില് റാഹേലിന് ഇറങ്ങി വന്ന ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. റാഹേലിനോട് പറയാൻ, കരയാതെ നിന്റെ ശബ്ദവും ഹല്ലേലൂയ, കരയാതെ നിന്റെ ശബ്ദം അടക്കുക. സ്തോത്രം. ഹല്ലേലൂയ, നിന്റെ ശബ്ദം അടക്കുക എന്ന് പറയുകയാണ്. നിന്റെ കണ്ണുനീർ വാർക്കാൻ നിന്റെ കണ്ണ് അടക്കിക്കൊള്ളുക എന്ന് വെച്ചാൽ നീ അതിനെ എന്ത് ചെയ്യാ, നീ ഈ കരഞ്ഞ വിഷയത്തിന് വേണ്ടി നീ ഇനി എന്ത് ചെയ്യാ, കരയണ്ട. കരയാതെ നിന്റെ ശബ്ദം അടക്കണം. കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണ് അടക്കിക്കൊള്ളുക. എന്നാൽ ഈ ഇത്രയും നാളും നീ കരഞ്ഞ വിഷയം എന്ന് പറയുന്ന ഒരു തലമുറയെ ചൊല്ലിയല്ലേ നീ കരഞ്ഞത്. ആ വിഷയത്തിൽ ഞാൻ നീ മറുപടി നൽകാൻ പോകുക എന്ന് പറഞ്ഞു. നോക്കുക, യഹോവ പ്രകാരം അള്ളിച്ച് കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. അവർ നിന്റെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന യഹോവയുടെ അരുളപ്പാട്. നിന്റെ മക്കളെ കുറിച്ച് ഒരു ഭാവി പ്രത്യാശയുണ്ട്.
അവർ നിങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരും. സ്തോത്രം. ഇസ്രായേൽ ജനത്തിനെ കൊണ്ടുപോയ അല്ലെങ്കിൽ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയ അത് ഓർത്ത് അവര് കഷ്ടതയുടെ കടന്നു പോയപ്പോ ഇവിടെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ മത്തായി ആ വാക്യം തന്നെ എടുത്ത് ഉദ്ധരിച്ച് പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത് ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ, അതായത് ആദ്യജാതന്മാരെ, ആൺകുഞ്ഞുങ്ങളെയൊക്കെ നദിയിൽ എറിഞ്ഞു കളയുവാൻ ഉത്തരവ് ഇട്ട സമയത്ത് ഹല്ലേലൂയ ആ രാമ എന്ന് പറയുന്ന ദേശീയ വളരെ വിലാപത്തിന്റെ അനുഭവങ്ങളുടെ കടന്നു പോകുവാൻ ഇടയായിരുന്നു. ഒക്കെ പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തം കൊടുത്ത ദൈവം ഹല്ലേലൂയ കരഞ്ഞെടുത്ത് കരഞ്ഞ എടുത്ത് നീ നിലവിളിച്ചതിനടുത്ത് ഹല്ലേലൂയ ഒരു പ്രതിഫലം നൽകുന്ന ദൈവമാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന മോശയ്ക്ക് ശേഷം ഇസ്രായേൽ നയിക്കേണ്ട നേതൃസ്ഥാനത്ത് വരുമെന്ന് ആരും അറിയാതെ ഇരിക്കുമ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞു, നൂന്റെ മകനായ യോശുവയെ തിരഞ്ഞെടുക്കുക. അവൻ ആരാ? ഹല്ലേലൂയ. അവൻ ഏത് ഗോത്രക്കാരനാ? അവൻ എഫ്രൈം ഗോത്രമാണ്. അവൻ യോസഫിന്റെ കൊച്ചുമകനാ. എന്തിനാ അവനെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നത്? അവന്റെ അമ്മ വഴിയിൽ കിടന്ന് കരഞ്ഞപ്പോ ഹല്ലേലൂയ ഞാൻ പറഞ്ഞതാണ് നിന്റെ മക്കളെ ഞാൻ കൊണ്ടുവരുമെന്ന്. ഒരമ്മ എവിടെയോൽ കിടന്ന് കരഞ്ഞപ്പോ ഹല്ലേലൂയ ദൈവം തന്റെ പദവി രൂപേന് ദൈവം തന്റെ പദവിയെ ഓർത്തപ്പോൾ ഹല്ലേലൂയ രൂപേന് കൊടുത്തു. രൂപേൻ എന്ന് പറയുന്നത് യാക്കോബിന്റെ മകനാണ്, പകരം റാഹേലിന്റെ മക്കളല്ല. പക്ഷേ റാഹേലിന്റെ വേർത്ത മക്കളാണ് രൂപേൻ. പക്ഷെ രൂപേൻ അയോഗ്യനായപ്പോ ദൈവം യോസഫിന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ആദ്യജാതൻ എന്ന പദവി എഫ്രൈമിന് ദൈവം കൊടുത്തു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആലയത്തിനകത്തോ ആരാധനയ്ക്കകത്തോ നിന്ന് നിലവിളിക്കുന്നത് ലജ്ജ അല്ല. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ നടുവ് നിങ്ങൾക്ക് അറിയുമ്പോ അതിനൊരു മറുപടി ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, ജീവിതത്തിന്റെ തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ പലതിനെ ഓർത്ത് വിലപിച്ച് കരഞ്ഞ് ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ ആരും ആശ്വാസം പറയാനില്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുവാനിടയാകും. നിന്ദിക്കുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ മാന്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയും. അതുകൊണ്ട് ഈ വചനങ്ങൾ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.